വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു റൈഡ് പോവാണ്. മലപ്പ ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ ചന്താപുര റൂട്ടിലാണ്. ഹൊസൂർ റോഡിന് തൊട്ടിപ്പുറത്ത് ഉള്ള ഒരു ഇന്ത്യൻ ഓയിൽ പമ്പാണ്. ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് ഫ്യൂൽ ഫില്ല് ചെയ്ത് പോകാറ്. XP95 ആണ് ഫില്ല് ചെയ്തത്. 11 ലിറ്റർ അടിച്ചപ്പോഴേക്കും 1220 പെർ ലിറ്റർ പ്രൈസ് അറിയില്ലല്ലോ, 105 സംതിങ് ആണെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ 2 പേരുണ്ട്. ഹോണ്ടയുടെ ബാംഗ്ലൂർ റൈഡിംഗ് ഗ്രൂപ്പ് എന്ന് പരിചയപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ റൈഡ് വരുന്നത്. പുള്ളിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു കൂടെ. അതും ഒരു ഹൈനസ് തന്നെയാണ്. പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ വണ്ടിക്കാണ് ഹിമാലയൻ ആണെന്നുള്ളത്. ആഹാ, റോഡൊക്കെ പിടിക്കുക ഈ അവസ്ഥയായ അതാണ്. ഒരു മഴ പെയ്താൽ മതി. അതിനിപ്പോൾ കേരളമെന്നോ ബാംഗ്ലൂരെന്നോ ഒന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരു ടോൾ ഗേറ്റ് ഉണ്ട്, അത്തിബല എന്ന് പറയും. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് അത്തിബല ടോൾ പ്ലാസ. അങ്ങനെ നമ്മൾ അത്തിബല ടോൾ എത്തിയിരിക്കുകയാണ്. ഞാൻ അവർക്ക് നല്ല പോസ്റ്റ് കൊടുത്തില്ല എന്ന് വിചാരിക്കുന്നു. പോസ്റ്റായില്ല. അങ്ങനെ നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ 83 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ മൊത്തം 3 വണ്ടികളാണ്. ആ ഫ്രണ്ടിൽ പോകുന്ന ഹിമാലയനും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വേറൊരു CB350 ഉണ്ട്. പുള്ളി ഒരു കൊച്ചിക്കാരൻ തന്നെയാണ്. ഞങ്ങളിവിടെ ഗ്രൂപ്പിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടത്. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് കാണുന്നത്. പുള്ളി ഹൈനസും കൊണ്ട് അത്യാവശ്യം കുറേ ഓഫ് റോഡ്സൊക്കെ പോകുന്ന ഒരാളാണ്. കുറച്ച് അധികം നാളായിട്ട് നടക്കുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ്. എന്താ ഇത്ര ഡിലേ ആവാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുവേ തമിഴ്നാട്ടിലൊരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടപ്പെട്ടേന്ന് പണി തീരുന്നതാണ്. ഇതിപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായി. ഇപ്പോഴൊന്നും തീരെ മട്ട് കാണുന്നില്ല. നാട്ടിലൊക്കെ പോകുമ്പോൾ ഇത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ബൈക്കിൽ പോകുമ്പോൾ അത്ര കുഴപ്പം തോന്നാറില്ല. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ നമ്മളൊരു 8 മണി 9 മണിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഭയങ്കര ട്രാഫിക്കായിരിക്കും. വെതർ അത്യാവശ്യം നല്ല ക്ലിയർ ആണെന്ന്. ബാംഗ്ലൂർ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. നമ്മളിപ്പോൾ ഹൈവേയിൽ നിന്നൊരു ലെഫ്റ്റ് എടുത്ത് ഇവിടെ നിന്നൊരു 36 കിലോമീറ്റർ കാണിക്കുന്നത്. ഏതോ ഒരു ഗ്രാമത്തിനുള്ളിൽ കൂടെയാണ്. പക്ഷെ കൊള്ളാം, മഴക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ മഴയായിരിക്കും എന്നറിയില്ല. ഏതോ ഒരു മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ കാണുമ്പോൾ വെതറൊക്കെ ക്ലിയർ ആണ്. മഴയ്ക്കുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ശരിക്കും ഒരു നാട്ടും പുറം. എൻ്റെ നാട്ടിലെത്തിയൊരു ഫീലാണ് എനിക്ക് ഈ വഴി വരുമ്പോൾ തോന്നുന്നത്. കൊള്ളാം. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ബാംഗ്ലൂരുള്ളവർക്ക് അറിയാമല്ലോ, ഹൊസൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് എത്തി. നമ്മൾ ഹൊസൂറിൽ നിന്ന് നിയർലി ഒരു 30-35 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലം നിൽക്കുന്നത്. അതിൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തോ പനൽക്കുട്ടൈ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഭീമനടപ്പള്ളി. തമിഴ്നാട് എത്തിയപ്പോൾ ഹള്ളിയൊക്കെ മാറി പള്ളിയായല്ലോ. ഇവൻ കുറച്ച് നേരം വലിയ എണീറ്റ് നിൽക്കുന്നു. ഡേ ഇരിയടേ. നമ്മൾ ആ വന്ന വഴിയിൽ നിന്ന് വീണ്ടും ഒരു റൈറ്റ് എടുത്ത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും ഒരു ഗ്രാമം. എനിക്കൊക്കെ ശരിക്കും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ പോയൊരു ഫീലാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. നന്നായി ഇങ്ങനെ സ്ഥലമൊക്കെ ഉള്ളത്. ഇടയ്ക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരാം. നൈസ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്തൊന്നും നാടില്ല എന്ന് തന്നെ പറയാം. വികസനം വന്ന് എൻ്റെ നാട്ടിൻപുറമൊക്കെ ഇപ്പോൾ ടൗൺ പോലെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കാണുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും ഇവിടെയൊക്കെ ഫ്ലാറ്റ് കൾച്ചർ വരാൻ വേണ്ടി കുറച്ചധികം സമയമെടുക്കും. കൂടുതലും കൃഷിക്കാർ തന്നെയാണ് ഇവിടെ. മൊത്തം പാടും വയലുമാണ് ഇവിടെ ഫുള്ള് കാണുന്നത്. ബാംഗ്ലൂരുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഈ സ്ഥലത്ത് വരണം കേട്ടോ. ഡെസ്റ്റിനേഷൻ്റെ അല്ല, ഈ റൂട്ട് തന്നെ ആക്ച്വലി നല്ല രസമാണ്. എസ്പെഷ്യലി ഏർലി മോർണിംഗ് റൈഡൊക്കെ. സാധാരണ നമ്മളൊരു മോർണിംഗ് റൈഡ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ, അതായത് നമ്മൾ സാധാരണ പോകുന്ന റൂട്ടുകളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ആൾക്കാർ വരാത്തതാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈവേയിലൊക്കെ അത്യാവശ്യം കുറേ ബൈക്ക് ഗ്യാങ്സിനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഈ റൂട്ടിൽ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പലരും പോയിട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും പോകാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ സൈഡിലുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2 സൈഡും മലയെ. ഇനി ഇവിടെ നിന്നൊരു 13 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ 13 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി അവിടെ എത്തുമ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. സോ ഫാർ സോ ഗുഡ്. വലിയ ബഹളമൊന്നുമില്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് വേറെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. റോഡാണ് ഹൈലൈറ്റ്. ഇത്രയും ഉള്ളിലോട്ട് വന്നിട്ടും ഈ മോശം റോഡുകൾ വളരെ അപൂർവം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ചെറിയ പാച്ച് വലുതായിരിക്കും, വല്ല ജംഗ്ഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷേ റോഡൊക്കെ അടിപൊളിയാണ്. അത് പറയാനാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കുറച്ച് ഹൈ റേഞ്ചും ഇതൊക്കെ കയറിപ്പോകാനാണ് എനിക്കിഷ്ടം. എല്ലാവരും ഇഷ്ടം അതായിരുന്നു വരില്ല. ചിലർക്ക് ഹൈവേ റൂട്ട്സ് മാത്രമായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് ഹൈവേസും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനത്തെ റോഡുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണ്. വളരെ അടുത്താണ് ഞാനിപ്പോൾ ഓഫ് റോഡ്സൊക്കെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങിയത്. നമ്മുടെ പുറകെ വരുന്ന ആൾ അത്യാവശ്യം ഹൈനസ് കൊണ്ട് അവിടെ ഓഫ് റോഡ് പോകുന്ന ഒരാളാണ്.
പുള്ളി പറഞ്ഞത് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ എവിടെയൊക്കെയോ ചെറിയ രീതിക്കുള്ള ഓഫ് റോഡ്സൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നും പോയി എക്സ്പ്ലോർ ചെയ്തേക്കാം. ഞാനത്ര വലിയ പുലിയൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിക്കുള്ള ഓഫ് റോഡിങ്ങൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതും ഹൈനസിൽ. ഇപ്പോഴൊക്കെയാണ് ഒരു എക്സ്പൾസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവാം. റോഡിനെ കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ അല്ലേ പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ചെറിയ രീതിക്കുള്ള പാച്ച് വർക്കൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും മാനേജബിളാണല്ലോ, വലിയ കുണ്ടും കൂടിയൊന്നും എവിടെയില്ല. എപ്പോഴോ ചെയ്ത ഒരു ടാറിൻ്റെ കുറച്ച് ലെയർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇളകിപ്പോയിട്ടുണ്ടെന്ന് മാത്രം. ശരിക്കും കാട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. ഒരു 2-3 ഹെയർ പിൻ കഴിഞ്ഞു. അടുത്തത് അങ്ങനെ വലിയ ഹെയർ പിന്നൊന്നും പറയാനില്ല, എങ്കിലും ഉണ്ട്. ഒരു കുത്തനെ കയറ്റമൊന്നുമല്ല ഒന്നും. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ റോഡ് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഞാൻ ആ BMCയുടെ എയർ ഫിൽട്ടർ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഹൈ റേഞ്ച് വരുന്നത്. വലിയ കുഴപ്പമില്ല കേട്ടോ, സെക്കൻഡ് ഗിയറിലൊക്കെ കയറി പോകുന്നുണ്ട്. സ്റ്റോക്ക് ഫിൽട്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പിൻ്റെ ബെൻഡ് വരുമ്പോഴേക്കും ഫസ്റ്റ് ഇട്ട് എടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ സെക്കൻഡിൽ തന്നെ കയറി പോകുന്നുണ്ട്. CB350 ഓൺ ചെയ്യുന്നവർ ആരെങ്കിലും ഹൈ റേഞ്ചൊക്കെ എപ്പോഴും പോകുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ BMCയുടെ എയർ ഫിൽട്ടർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വണ്ടിക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ഞാനിപ്പോൾ ഈ കയറി പോകുന്ന സെക്കൻഡ് ഗിയറിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഫിൽട്ടറാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി നീങ്ങില്ല. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് BMCയുടെ എയർ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് BMCയുടെ ഫിൽട്ടറിനെ കുറിച്ച് പറയുന്നത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പൊതുവേ ഹൈനസുള്ള എല്ലാവരും ഒരു പരാതിയാണ്, ഹൈ റേഞ്ച് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷേ അതിനൊരു പരിധി വരെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും BMCയുടെ എയർ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ. ഒരു 850 മീറ്ററിൽ നമ്മൾ എത്തും എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി തണുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തി എന്നാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. നമുക്ക് നോക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ട്രയംഫിൻ്റെ സ്പീഡ് 400 വരുന്നുണ്ട് പുറകെ. മുകളിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകാൻ പറ്റുന്നതൊക്കെ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ. അത് കഴിഞ്ഞു കുറച്ച് നേരം നല്ല കാറ്റാണ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇതിൻ്റെ മുകളിൽ എന്തോ അവിടെ ഒരു അമ്പലം, ആ ഭാഗത്ത് എവിടെയോ ഒരു അമ്പലം കാണുന്നുണ്ട്. നടന്ന് കയറണം, നടക്കാൻ മടിയായതുകൊണ്ട് കയറുന്നില്ല. അങ്ങനെ നമ്മൾ കഴിഞ്ഞിറങ്ങി 6-7 ഹെയർ പിൻ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അത്യാവശ്യം പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. മേളിലാണെന്നുണ്ടെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റായിരുന്നു. കാറ്റും കൊണ്ട് കുറച്ച് നേരം കൊണ്ട് നിന്നു. ഓൾമോസ്റ്റ് അരമണിക്കൂറിൽ നിന്ന് കാണുമായിരിക്കും അവിടെ. ആ കാറിൻ്റെ ചേട്ടൻ എൽബോർഡ് കണ്ടായിരുന്നു. കയറ്റത്തിന് നിന്നങ്ങാണ്ട പോയതാ പാവം. ഹാപ്പൻസ്. അവിടെ ചെറിയൊരു ഓഫ് റോഡ് ട്രെയിൽ കണ്ട് പുള്ളി ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നാണ് പോയിട്ടുണ്ട്. പോയി നോക്കാം. എന്നാൽ പിന്നെ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ഓക്കെ ആണോ? അപ്പോൾ പുള്ളി ഓക്കെ കണ്ടിട്ടുണ്ട്. ഈ ടാങ്ക് ബാഗൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് വലിയ സുഖമുള്ള വഴിയൊന്നും അല്ല കേട്ടോ. എങ്കിലും മുന്നേ പോകുന്ന പുള്ളിയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ കൂട്ടത്തിൽ ഹൈനസ്. അവൻ എല്ലാ ഓഫ് റോഡ്സും അതുപോലെ കയറി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുത്തനാണ്. ആഹാ, കുറേ തുമ്പികളൊക്കെ ഉണ്ടല്ലോ. പുള്ളി നേരെ പോയി കാണോ? ശരി. കൂട്ടത്തിലുണ്ടെന്ന ഹിമാലയൻ വന്ന പുള്ളി വഴി തെറ്റിപ്പോയി നേരത്തെ തിരിച്ച് നോക്കാൻ പോയതാണ്. പക്ഷേ ഇല്ല, പുള്ളി പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ആരുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ. ചെറിയൊരു വഴി. എന്നെ സംബന്ധിച്ച് ഞാനൊരു തുടക്കക്കാരനാണല്ലോ. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു അത്യാവശ്യം വലിയ കാര്യം തന്നെയാണ്. അത്രയുണ്ടായിരുന്നു. ചെറിയൊരു ട്രയൽ. BMCയുടെ ഫിൽട്ടർ കയറ്റിയ CB350 ഓടിച്ചിട്ടില്ലാന്ന്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് ഓടിച്ച് നോക്കണം. വ്യത്യാസം അറിയാമല്ലോ. നൈസ്. ഇതിന് മറ്റേ
ഹാൻഡിൽ ബാർ റേസറൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക രസമുണ്ട് ഓടിക്കാനായിട്ട്. ചെറുതായിട്ട് വൈഡ് അല്ലാത്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എൻ്റെ വണ്ടിയിൽ മിറർ യൂസ്ഡ് ആയിട്ടേ സ്റ്റോക്ക് മിററിൽ കാണുമ്പോൾ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. പിന്നെ വൈഡ് ഹാൻഡിൽ ബാർ യൂസ്ഡ് ആയിട്ട് സ്റ്റോക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ഭയങ്കര ക്രാംപ്ഡ് ഫീലാണ്. ഞാൻ ഈ ഓടിക്കുന്ന വണ്ടി ഒരു ഡിലക്സ് പ്രോ ആണ്. ഇതിൽ ബേസിക്കലി ബ്ലൂടൂത്തും വരുന്നുണ്ട്, ഡ്യുവൽ ഹോണും വരുന്നുണ്ട്. മല ഇറങ്ങി വന്ന ഒരു ടൗണിലോട്ടാണ് എത്തിയത്. ടൗണിൻ്റെ പേര് വെപ്പനപ്പള്ളി, അതാണ് സ്ഥലത്തിൻ്റെ പേര്. ചെറിയ രീതിക്കുള്ള വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈവേ കയറിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചവിട്ടണം. അങ്ങനെ നമ്മൾ ഹൈവേ കയറി അടുത്ത സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റിന് എവിടെ നിർത്തണം. അങ്ങനെ ഹൈവേ സൈഡിലുള്ള ശരവണ ഭവയാണ്. ശരവണ ഭവയാണ്, ഭവനല്ല. ഇത് ഈ ശരവണ ഭവൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ കാണുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു കാര്യം കാണിച്ചുതരാം. ഈ കാണുന്ന പീസ് ഇതൊരു ഓഫ് റോഡിങ് പോയപ്പോൾ താഴെ വീണാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ വിചാരിച്ചൊരു 1000 റുപ്പീസ് സംതിങ് വരുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ റോയൽ എൻഫീൽഡ് ചോദിച്ചപ്പോൾ ഇതിന് 3000 രൂപയാണ് വില. ഈ വീഡിയോ കാണുന്നവരാരും ഹിമാലയൻ യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയായിരുന്നു. ഞാൻ ഇത്രയും റേറ്റ് ഉണ്ടാവും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ഒരു പീസിനൊരു 3000 രൂപ എന്നുള്ളത് അത് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. റൈഡ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ പുള്ളിയും താമസിക്കുന്ന ചന്താപുര ഭാഗത്ത് തന്നെയാണ്. അതിപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും, പുള്ളി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. ഇതാ കാണുന്നതാണ് നമ്മുടെ റൈഡേഴ്സ് ഓഫ് ഹൊസൂർ. ഒരു വെടിവുമില്ല, ബോധവുമില്ല. ഈ സച്ചിൽ വരുമ്പോൾ എപ്പോഴും കാണുന്നതാണ്, കുറേ കാലമായിട്ട് ഇവരൊന്നും കാണാറുണ്ടായില്ല. അപ്പോൾ റൈഡ് ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. രാവിലെ 7 മണിക്ക് തിരിച്ചതാണ്. തിരിച്ച് ഇപ്പോൾ ഒരു 2 മണിയായപ്പോൾ തിരിച്ചെത്തി. ചെറിയൊരു റൈഡ്. അത്യാവശ്യം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.